Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th-ന്റെ 7ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് ആണ്. പുതിയ പാഠപുസ്തകം മാറി വന്ന പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിന്റെ മാത്രമല്ല നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹോംവർക്ക് നോട്ട്സ്, സ്റ്റഡി നോട്ട്സ്, അതുപോലെ തന്നെ മോഡൽ ചോദ്യപേപ്പറുകൾ, ഉത്തരങ്ങൾ, ആക്ടിവിറ്റീസ് ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 1-ലെ 2ാമത്തെ ചാപ്റ്ററാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്നുള്ളതിലെ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സാണിത്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ്സിൻ്റെ ക്ലാസ്സും അപ്രിസിയേഷൻ്റെ, അതായത് ഇതിൻ്റെ അപ്രിസിയേഷൻ ആസ്വാദനവും നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പാർട്ട് 2 ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ് ആണ്. രവീന്ദ്രനാഥ് ടാക്കൂർ ആണ് ഇതിൻ്റെ ഓഥർ വരുന്നത്. ആദ്യ ചോദ്യം, വൈ ഡസ് ദ സ്പീക്കർ സിംഗ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്? എന്തുകൊണ്ടാണ് സ്പീക്കർ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റിൽ പാടുന്നത്? ഉത്തരം, The speaker sings in wonder and amazement because of the amazing beauty of the universe. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ അമേസിങ് ബ്യൂട്ടി കണ്ടിട്ടാണ്. The sky is filled with the sun and stars and the universe is full of life. നമ്മുടെ ആകാശം മുഴുവനും സണ്ണും സ്റ്റാർസുമായി നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സ് ഫുള്ളും ജീവനാണല്ലേ. അടുത്ത ചോദ്യം, വാട്ട് ഡു യു തിങ്ക് എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് മീൻസ്? എറ്റേണിറ്റിയുടെ റഷിംഗ് ടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? Eternity's rushing tide means the continuous and unstoppable flow of time and life ആണ്. അപ്പോൾ എറ്റേണിറ്റി ഓഫ് റഷിംഗ് ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിൻ്റെ ഒഴുക്കാണ്. എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആൻഡ് അൺസ്റ്റോപ്പബിൾ ഫ്ലോ ഓഫ് ടൈം ആൻഡ് ലൈഫ്. നമ്മുടെ ലൈഫും സമയവും ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ വേൾഡ്ലി വണ്ടേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. വേൾഡ്ലി വണ്ടേഴ്സ് എന്തൊക്കെയാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഉത്തരം, ദ വണ്ടേഴ്സ് ഓഫ് ദ സ്കൈ ഫുൾ ഓഫ് സൺസ് ആൻഡ് സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫുൾ ഓഫ് ലൈഫ്, the beauty of woodlands with blades of grass, fragrance of flowers. അടുത്തത്, വാട്ട് maddened the poet's mind? അപ്പോൾ പോയറ്റിൻ്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിച്ച ആ സംഭവം എന്തായിരുന്നു? ഉത്തരം, the touch of blades of grass, the fragrance of the flowers and the gifts of gladness and joy in nature made the poet's mind maddened. അടുത്ത ചോദ്യം, വൈ ഡസ് ദ സ്പീക്കർ പ്രിക്ക് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർ ഹിസ് ഹേർട്ട്? അദ്ദേഹത്തിൻ്റെ ചെവികൾ കൂർപ്പിച്ചു, കണ്ണുകൾ ഓപ്പൺ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്നു. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നാണ്. ദ സ്പീക്കർ പ്രിക്സ് ഹിസ് ഇയേഴ്സ്, ഓപ്പൺ ഹിസ് ഐസ് ആൻഡ് ബെയർസ് ഹിസ് ഹേർട്ട് ടു ഫുള്ളി എക്സ്പീരിയൻസ് ആൻഡ് അപ്രിഷിയേറ്റ് ദ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. അദ്ദേഹം ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെ ചെയ്തത്. ആൻഡ് ദിസ് ഷോസ് ഹിസ് ഈഗർനെസ് ടു അണ്ടർസ്റ്റാൻഡ് ഡീപ്ലി ദ നേച്ചർ. ഇത് നമുക്ക് കാണിച്ചു തരുന്നത് അദ്ദേഹം നമ്മുടെ പ്രകൃതിനെ മനസ്സിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഈഗർനെസ് ആണ് ഇതിൽ കാണുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു തിങ്ക് ദ പോയറ്റ് മീൻസ് ബൈ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ ആണ്? അതായത് അറിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ അറിയാത്തതിനെ തിരയുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മുടെ കവി ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ്. The poet means that even though he is familiar with his surroundings, he still seeks new experiences and knowledge beyond what he already knows. അപ്പോൾ പോയറ്റിന് അറിയാം നമ്മുടെ പരിസരം, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, എല്ലാം അറിയാം. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം പുതിയ എക്സ്പീരിയൻസസും പുതിയ അറിവുകളും തേടുകയാണ്. ഓൾറെഡി അറിയുന്നതിൻ്റെ മേൽ അദ്ദേഹം ഈ കാര്യങ്ങൾ തിരഞ്ഞ് നടക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ 6 ചോദ്യങ്ങൾ. ഇനി നമുക്ക് വരുന്നത് ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത്, റീഡ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം അനദർ പോയം The Sands of D by Charles Kingsley. അപ്പോൾ ചാൾസ് കിങ്സ്ലിയുടെ സാൻഡ്സ് ഓഫ് ഡി ആണ് താഴെ തന്നിരിക്കുന്ന 4 വരികൾ. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. ദ ഫ്രേസ് ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ഈസ് യൂസ്ഡ് 3 times. ഇവിടെ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം എന്നുള്ളത് 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. സച്ച് റിപ്പീറ്റേഷൻസ് ആർ കോൾഡ് റീഫ്രൈൻ. ഇങ്ങനെ ഒരു പോയട്രിയിൽ തന്നെ ഒരേ സെൻറ്റൻസുകൾ, ഒരേ ഫ്രേസസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ റീഫ്രൈൻ എന്നാണ് പറയുക. ഒരു ലൈനോ ഒരു ഫ്രേസോ റിപ്പീറ്റ് ചെയ്ത് വരും സ്റ്റാൻസാസിൽ, അപ്പോൾ അതിനെ നമ്മൾ റിഫ്രൈൻ എന്ന് പറയും. ആൻഡ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ ലൈൻ വിച്ച് ഇസ് റിപ്പീറ്റഡ് ഇൻ ദിസ് പോയം, റൈറ്റ് ഇറ്റ് ഡൗൺ. ഈ പോയട്രിയിൽ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വരികളുണ്ടോ എങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതൂ.
അപ്പോൾ ഈ കാണുന്നതാണ് ആ വരികൾ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐസിങ് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് പോയട്രിയിൽ. അതുകൊണ്ടാണ് ആ വരികൾ പറയുന്നത്. അടുത്തത് വാട്ട് ഫിൽസ് ദ സ്പീക്കർ വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ആണ്. ആക്ടിവിറ്റി 2 ആണ്. ആദ്യത്തെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദ സ്കൈ ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഫിൽഡ് വിത്ത് ലൈഫ്, ദ ബ്ലേഡ് ഓഫ് ഗ്രാസ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്. തേർഡ് ആക്ടിവിറ്റി ലുക്ക് അറ്റ് ദ വേർഡ്സ് ടേക്കൺ ഫ്രം ദ പോയം, പുട്ട് ദം ഇൻ പ്രോപ്പർ പെയേഴ്സ് ആണ്. പെയർ ആക്കിയാൽ മതി. ആദ്യത്തെ നമുക്ക് സ്വേഡ് വേൾഡ് ആണ്. അടുത്തത് ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, ഗ്രാസ് ബ്ലേഡ്സ്, മൈൻഡ് മാഡൻഡ്, വെയിൻസ് റേസിങ്. ഓക്കെ, അപ്പോൾ ഇത് പെയർ ചെയ്യാൻ മാത്രമാണ്. അടുത്ത ആക്ടിവിറ്റി മൂന്നാമത്തെയും കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ലെറ്റ്സ് റീവിസിറ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസയാണ്. ആദ്യത്തെ സ്റ്റാൻസ നമുക്ക് അവരവിടെ തന്നിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദ ഇനീഷ്യൽ സൗണ്ട് എസ് ഇൻ ദ സ്കൈ. അപ്പം ഇവിടെ നോക്കൂ, സ്കൈയിൽ ഒരു എസ് ഉണ്ട് അല്ലേ, അത് സണ്ണിലും ഒരു എസ് ഉണ്ട്, അതേപോലെ സ്റ്റാർസിലും ഒരു എസ് ഉണ്ട്. ആ എസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അല്ലേ. അപ്പോൾ ഒരു ലൈനിൽ തന്നെ അതിൽ ഇനീഷ്യൽ സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇനീഷ്യൽ കൺസോണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനെ അലിറ്ററേഷൻ എന്ന് പറയും. ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കൺസോണന്റ് സൗണ്ട്സ് ഓഫ് എ വേർഡ് ഈസ് ദ സെയിം ലൈൻ ഓഫ് എ പോയം. ഒരേ സെയിം ലൈനിൽ തന്നെ ഒരു സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ സെയിം ലൈനിൽ തന്നെ അതിനെ അലിറ്ററേഷൻ എന്ന് പറയും. ക്യാൻ യു ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോയം. പോയട്രിയിൽ നിന്ന് വേറെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആ എക്സാമ്പിൾ. വൈൽ വാക്കിംഗ് ഇൻ ദ വുഡ്ലാൻഡ്സ് ആണ്. നോക്കൂ, വൈൽ വാക്കിംഗ് വുഡ്ലാൻഡ്സ്, എല്ലാത്തിലും WW എന്നുള്ള വ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്തത് ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്, എഫ്. നെക്സ്റ്റ് മാഡൻഡ് മൈ മൈൻഡ് ആണ്. മാഡൻഡ് മൈ മൈൻഡ് എല്ലാം M ആണ്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ്, ഗിഫ്റ്റ് ഓഫ് ഗ്ലാഡ്നെസ് ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഈ അലിട്രേഷനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്രൈനും ഒന്ന് നോക്കി വെക്കുക. ഇത് മാത്രമല്ല, ഒരുപാട് ഗ്രാമർ പോർഷൻ നിങ്ങൾ ആക്ടിവിറ്റീസിൽ പഠിക്കും. ഉറപ്പായിട്ടും എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. സോ അത് എപ്പോഴും ഈ ആക്ടിവിറ്റീസിൽ വരുന്ന ഗ്രാമർ ഭാഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് അലിട്രേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ഈ പോയട്രി ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.